ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ, ഇന്ന് പീഠാനുഭവ നാളിൻ്റെ ഒന്നാമത്തെ ദിവസം, ഹാശായുടെ തിങ്കളാഴ്ച. ഇന്ന് ഒരു വേദഭാഗം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. അത് ഞാൻ വായിക്കാം. കർത്താവ് പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. പരീശന്മാരും സദൂക്യരും ദേവാലയത്തിൽ കർത്താവ് അവിടെ താമസിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ദേവാലയ പ്രവേശനത്തിൽ അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം പുറത്താക്കിയിട്ട് കർത്താവ് അവിടെ തന്നെ താമസിക്കുകയാണ്. ദേവാലയം ശുദ്ധീകരിച്ച് അവിടെ താമസിക്കുന്ന കർത്താവിനെയാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്. പരിശുദ്ധനായ പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. കർത്താവ് മഹത്വത്തോടുകൂടി ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ തന്നെ താമസിക്കുകയാണ്. എന്നിട്ട് ദിവസവും ജനങ്ങളെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഇതോടുകൂടി പരീശന്മാർക്ക് എങ്ങനെയെങ്കിലും കർത്താവിനെ തോൽപ്പിക്കുവാൻ അല്ലെങ്കിൽ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. നീ എന്തധികാരം കൊണ്ടാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത്? നിനക്ക് എവിടെ നിന്നാണ് ഈ അധികാരം കിട്ടിയത്? അപ്പോൾ കർത്താവ് അവരോട് പറയുന്ന മറുപടി വേറൊരു ചോദ്യമാണ്. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്നാണ്? യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ യോഹന്നാൻ കാണിച്ചു കൊടുത്തവനാണ് ഞാൻ എന്ന് പറയും. ഇതാ എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് കർത്താവിനെ കാണിച്ചു കൊടുത്തതിനെ പറ്റി അവർക്ക് പറയേണ്ടി വരുമെന്നറിയാം. എന്നാൽ യോഹന്നാന്റെ സ്നാനം മാനുഷികമാണെന്ന് പറഞ്ഞാൽ അവിടെ ജനമെല്ലാം ഒരു പ്രവാചകനാണ് യോഹന്നാൻ എന്ന് വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവരെ കല്ലെറിയും, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞവർ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് മറുപടി പറയുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്ന മറുപടിയാണ്, ഞാനും നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്കറിയാമെന്നിട്ട് നിങ്ങൾ പറയാത്തതുപോലെ തന്നെ ഞാനും നിങ്ങളോട് പറയുന്നില്ല. പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ അധികാരത്തോടെ വാഴുന്ന കർത്താവിനെയാണ് നാം കാണുന്നത്. ഞാനും നിങ്ങളുമാകുന്ന ദേവാലയത്തിൽ അധികാരത്തോടു കൂടി കർത്താവ് വാഴുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നമ്മുടെ ആലയമാകുന്ന ഈ ശരീരത്തെ, ഈ ആത്മാവിനെ, മനസ്സിനെ അവന് വിട്ടുകൊടുക്കുമോ? അവൻ വാഴുന്നുവെങ്കിൽ അവൻ സ്വവിജയിയായി എന്നേക്കും വാഴും. അതിന് ഈ ഹാശാദിനങ്ങൾ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധമായി നിന്നെ സ്വീകരിക്കുവാൻ, അങ്ങനെ നിന്നെ കുടിയിരുത്തുവാൻ പറ്റിയ പരിശുദ്ധാലയമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെ ഞങ്ങളെ നാളും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ആമേൻ.